മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള ധനുക്കൂറിൽ ജനിച്ചവരുടെ രാഹുകേതു മാറ്റഫലങ്ങളെ നോക്കാം. രാഹുവിൻ്റെ 4-ാം ഭാവ സഞ്ചാരവും കേതുവിൻ്റെ 10-ാം ഭാവ സഞ്ചാരവും മൂലം കഴിഞ്ഞ 1.5 വർഷക്കാലമായി ആരോഗ്യ പ്രശ്നങ്ങളും വീട് വാഹന രീതിയിൽ ചെലവുകളും തൊഴിൽപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങളും ജോലി നഷ്ടപ്പെടുന്നത് പോലെയുള്ള പ്രശ്നങ്ങളും ധനുക്കൂറിൽ ജനിച്ച പലർക്കും വന്നിട്ടുണ്ടാകും. 2025 മെയ് 18-ാം തീയതി രാഹുകേതുക്കൾ രാശി മാറുന്നതോടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറുകയും അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതുമാണ്. 3-ൽ രാഹുവും 9-ൽ കേതുവും സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് മനോധൈര്യം അധികരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നേടാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണ ലഭിക്കും. ഉദ്യോഗത്തിലുള്ളവർക്ക് തടസ്സപ്പെട്ട പ്രൊമോഷൻ ലഭിക്കുമെങ്കിലും ജോലിഭാരവും അലച്ചിലും അല്പം കൂടുതലായിരിക്കും. ചിലർക്ക് അനുകൂലമായ സ്ഥലം മാറ്റം ഉണ്ടാകും. ഏത് ജോലിയിലും ശുഷ്കാന്തി കാണിക്കുകയും ലഭ്യമായ അവസരങ്ങൾ പരമാവധി നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുകയുമാണെങ്കിൽ നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുന്ന സമയമാണിത്. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കും സാമ്പത്തിക നേട്ടമുണ്ടാകും. വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണിത്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും. വിവാഹം കഴിഞ്ഞവർ തമ്മിലുള്ള അകൽച്ച മാറി അടുപ്പം വർദ്ധിക്കും. ബന്ധുക്കളുടെയും പിന്തുണ ഉണ്ടാകും. ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന രാഹുകേതു മാറ്റം അനുകൂല ഫലങ്ങളെയാണ് ധനുക്കൂറുകാർക്ക് നൽകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ധനുക്കൂറിൽ ജനിച്ചവരുടെ രാഹുകേതു മാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മകരക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.